ഒരു ഈസി ചിക്കൻ 65 ഉണ്ടാക്കിയാലോ. അധിക സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്കുണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു 1/2 കിലോ ചിക്കൻ, പിന്നെ 2 മുട്ട, കാശ്മീരി ചില്ലി, അതുപോലെ എരിവുള്ള മുളക് പൊടിയും വേണം കേട്ടോ. പിന്നെ മഞ്ഞൾ, ഉപ്പ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ചെറിയ നാരങ്ങ, കറിവേപ്പില, പിന്നെ കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടെ വേണേ. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 1/2 കിലോ ചിക്കനാണ്. നന്നായി കഴുകി ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുത്തേക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ 2 മുട്ട, അത് 2 പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ചതച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു നോർമൽ ചില്ലി പൗഡറും, അതും ഒരു ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ് കേട്ടോ ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് പെപ്പർ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്. ഇതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഈ ബാറ്ററിലേക്ക് മൈദപ്പൊടിയോ കോൺഫ്ലവറോ അധികമായാലോ അല്ലെങ്കിൽ കുറഞ്ഞു പോയാലോ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അപ്പോൾ ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് കോൺഫ്ലവർ പൊടിയും ഈക്വലായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ എടുത്ത ഇതാണെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ആണ്. നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടിയൊന്നും വരില്ല. പിന്നെ നമ്മൾ എപ്പോഴും ലെഗ് പീസ് ഫ്രൈ ചെയ്യുമ്പം നമ്മളതിൽ ഇതുപോലെ വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായി മസാലയൊക്കെ ഉള്ളിലിറങ്ങി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ രണ്ടും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഫുള്ളായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ തൈരില്ല അല്ലെങ്കിൽ തൈര് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ലെമൺ ജ്യൂസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു നമ്മളൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്ത് എടുത്തേക്കുന്നത് ചിക്കനാണ് കേട്ടോ ഇത്. അപ്പം നമ്മളൊരു കടായി വെച്ച് നമ്മൾ ആസ് യൂഷ്വൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്ര എണ്ണ എടുക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഞാനിത് ഒരുപാടുള്ളത് കൊണ്ട് ഇത്ര എണ്ണ എടുത്തതാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പീസും കൂടെ നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും പിന്നെ അത് വേവുന്നത് വരെ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ എടുക്കുവാണെങ്കിൽ നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാ പീസസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അതേപോലെ ഇതൊന്ന് കുറച്ചൊരു ഹാഫ് കുക്ക്ഡ് ആയെന്ന് തോന്നുമ്പം നമുക്കിതിൻ്റെ മേലെ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ തരും. അതായത് നമ്മളിതൊരു ഹാഫ് കുക്ക്ഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ കളറ് ഓവറായിട്ട് കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് ഹാഫ് കുക്ക്ഡ് ആകുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ എല്ലാ പീസും 1 സൈഡ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പം നോർമൽ സ്പൂണിന് പകരം ഫോർക്കോ അതുപോലുള്ള സാധനങ്ങളും എടുത്ത് നമ്മൾ തിരിച്ചിടുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഞാൻ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളിത് കമൻസിൽ പറയണേ. അപ്പം നമ്മുടെ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അതേപോലെ തന്നെ ഈ സൈഡും നമ്മൾ ഒരു 2 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ 65 റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളിവിടെ കണ്ടോ, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, അതുപോലെ ഇതേപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ സീ യു, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.